നമസ്കാരം. ഓറിയോൺ നക്ഷത്രങ്ങളുടെ ഭാരം അളക്കുന്നതിലെ പുതിയ റേഡിയോ കണ്ടെത്തലുകളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നക്ഷത്രങ്ങളുടെ ഭാരം അവയുടെ മുഴുവൻ ജീവിതകഥയും നിർണ്ണയിക്കുന്നതിൽ എത്രത്തോളം പ്രധാനമാണ് എന്ന് നോക്കാം. ഒരു നക്ഷത്രത്തിന്റെ ഭാരം അതെങ്ങനെ പ്രകാശിക്കണം, എങ്ങനെ മരിക്കണം എന്ന് തീരുമാനിക്കുന്നു. പൊടിയിൽ മറഞ്ഞിരിക്കുന്ന യുവനക്ഷത്രങ്ങളുടെ കൃത്യമായ ഭാരം അളക്കുക എന്നത് വളരെക്കാലമായി ദുഷ്കരമായിരുന്നു. എന്നാൽ പുതിയ റേഡിയോ അളവുകൾ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമായി മാറാൻ തുടങ്ങിയിരിക്കുന്നു. ജ്യോതിശാസ്ത്രജ്ഞർ ഓറിയോൺ നക്ഷത്രങ്ങളുടെ ഭാരം അഭൂതപൂർവമായ കൃത്യതയോടെ അളന്ന് ഈ രഹസ്യം മറനീക്കാൻ സഹായിക്കുന്നു. സൂര്യനെപ്പോലുള്ള ഭാരം കുറഞ്ഞ നക്ഷത്രങ്ങൾ 10 ബില്യൺ വർഷം സ്ഥിരമായി കത്തുന്നു. എന്നാൽ ഭാരം കൂടിയ നക്ഷത്രങ്ങൾ ഏതാനും ദശലക്ഷം വർഷങ്ങൾക്കുള്ളിൽ തന്നെ സൂപ്പർനോവയായി പൊട്ടിത്തെറിച്ച് ചുരുങ്ങിയ കാലയളവിൽ കത്തിത്തീരുന്നു. നക്ഷത്രങ്ങളുടെ ഭാരം അവയുടെ ജീവിതത്തെ മാത്രമല്ല, ചുറ്റുമുള്ളതിനെയും സ്വാധീനിക്കുന്നു. കാർബൺ, ഓക്സിജൻ, ഇരുമ്പ് തുടങ്ങിയ ഗ്രഹങ്ങളുടെയും ജീവന്റെയും നിർമ്മാണ ബ്ലോക്കുകളായ ഘടകങ്ങളുണ്ടാക്കുന്നതിൽ ഭാരം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. കൂടാതെ അവയുടെ ചുറ്റും രൂപപ്പെടുന്ന ഗ്രഹങ്ങളുടെ തരത്തെയും നക്ഷത്രഭാരം സ്വാധീനിക്കുന്നു. US നാഷണൽ സയൻസ് ഫൗണ്ടേഷൻ വെരി ലോങ് ബേസ്ലൈൻ അറേ NSFV-LBA എന്ന റേഡിയോ ടെലിസ്കോപ്പ് ശൃംഖല ഉപയോഗിച്ചാണ് ഈ പഠനം നടത്തിയത്. ഈ ടീം ഓറിയോണിലെ യുവദ്വന്ദ്വ നക്ഷത്ര സംവിധാനങ്ങളുടെ ഭ്രമണപഥ ചലനങ്ങൾ ട്രാക്ക് ചെയ്തു. റേഡിയോ തരംഗങ്ങളിൽ അതിശയിപ്പിക്കുന്ന കൃത്യതയോടെ ഈ നൃത്തങ്ങൾ നിരീക്ഷിച്ച് ഗവേഷകർക്ക് സൈദ്ധാന്തിക മോഡലുകളെ ആശ്രയിക്കാതെ നക്ഷത്രങ്ങളുടെ യഥാർത്ഥ ഭാരം കണക്കാക്കാൻ കഴിഞ്ഞു. ഈ നിരീക്ഷണങ്ങൾ യുവനക്ഷത്ര രൂപീകരണത്തെയും പരിണാമത്തെയും കുറിച്ചുള്ള നമ്മുടെ ധാരണയിൽ പുതിയ അറിവുകൾ നൽകി. അളന്ന ഭാരം നിലവിലെ യുവനക്ഷത്ര മോഡലുകളുമായി താരതമ്യം ചെയ്തപ്പോൾ ചില ഫലങ്ങൾ പൊരുത്തപ്പെട്ടില്ല. ഇത് മോഡലുകൾ മെച്ചപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത സൂചിപ്പിക്കുന്നു. കൂടാതെ മറഞ്ഞിരിക്കുന്ന അടുത്ത കൂട്ടാളികളെയും താരതമ്യേന ഭാരം കൂടിയ യുവനക്ഷത്രങ്ങളിൽ ശക്തമായ കാന്തിക പ്രവർത്തനം നിലനിൽക്കുന്നതിനുള്ള തെളിവുകളും ഈ നിരീക്ഷണങ്ങൾ കണ്ടെത്തി. ഈ കൃത്യമായ ഭാരമളക്കലുകൾ ഇപ്പോൾ ഓറിയോണിനെ യുവനക്ഷത്രങ്ങൾ എങ്ങനെ രൂപപ്പെടുന്നു, പരിണമിക്കുന്നു എന്ന് പരീക്ഷിക്കുന്നതിനുള്ള ഒരു കൃത്യതയുള്ള ലബോറട്ടറിയായി മാറ്റുന്നു.